ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലും ടെക്സ്ചറിലുമുള്ള ടൊമാറ്റോ സോസാണ്. ഞാനിവിടെ 2 കിലോ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് സോസ് ഉണ്ടാക്കാൻ പാകത്തിന് പരുവായിട്ടില്ല. അതുകൊണ്ട് ഞാനിതൊരു കവറിലിട്ടിട്ട് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഉപയോഗിക്കത്തുള്ളൂ. അന്നേരത്തെ ആ കളറിൻ്റെ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ഈ ടൈപ്പ് ടൊമാറ്റോ കണ്ടോ, ഇത് നമ്മൾ സോസിന് വേണ്ടിയിട്ട് അധികമായിട്ട് ഉപയോഗിക്കാറില്ല. ഇതിന് പുളിപ്പ് കൂടുതലായിരിക്കും, അതുപോലെ നല്ല കളറും കിട്ടത്തില്ല. ഈ ടൈപ്പ് ടൊമാറ്റോ ആണ് നമ്മൾ സോസിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് പുളിപ്പും കുറവാണ്, നല്ല കളറും കിട്ടും. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ടൊമാറ്റോസൊക്കെ നല്ല കളറായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരിത്തിരിയെങ്കിലും കേടുള്ളതൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോസ് സെലക്ട് ചെയ്യുമ്പോൾ ഒട്ടും കേടുള്ളത് ഉപയോഗിക്കാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് റഫായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളിത് കുക്കറിൽ വേവിച്ചാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ 1.5 കിലോ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഫൈനലായിട്ട് ചോപ്പ് ചെയ്ത്. ഇനി ഇതിലേക്ക് ഒരു സവാള മുഴുവനായിട്ട് ചേർക്കുന്നില്ല, അരമുറിയും പിന്നെ ഒരു 1/4 ഭാഗം 3/4 സവാള ചേർത്ത് കൊടുക്കാം. 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം പട്ട, 4-5 ഗ്രാമ്പു. ഈ പട്ടയും ഗ്രാമ്പും നമ്മൾ വേവിച്ചതിന് ശേഷം എടുത്തു മാറ്റും. ഇനി നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇതിലെടുക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ഒക്കെ അളവ് കൂടിപ്പോകാതെ നോക്കണം. അളവ് കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. അതേപോലെ എല്ലാ സാധനവും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ഉപയോഗിക്കുകയും വേണം. എന്നാലേ വളരെ നാളിത് കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ. ഏകദേശം 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇത് ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ടൊമാറ്റോസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചേർത്ത പട്ടയും ഗ്രാമ്പും ഒക്കെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ബാക്കി വെള്ളം നമുക്കിത് സ്ട്രെയിൻ ചെയ്യുമ്പോൾ കട്ടി കൂടുതലാണെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ടൊമാറ്റോസൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തിക്നെസ് കൂടുതലായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്ട്രെയിനറിലൂടെ അരിച്ചെടുക്കാം. ഇനി നമുക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഇത് മാറ്റാം. ഇതിലോട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഈ ചേരുവകളെല്ലാം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. നമ്മളിതിൽ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത് കൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് വേറെ കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1/4 ടീസ്പൂൺ ഉപ്പ്, ഇനി ഇതിലേക്ക് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഇപ്പോൾ ചേർക്കുന്നില്ല, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഈ മിക്സർ നല്ല തിക്കാകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം തീ സിമ്മിലോട്ട് മാറ്റിയാൽ മതി. ഇനി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ പഞ്ചസാരയും വിനാഗിരിയും ഒക്കെ ഉള്ളതുകൊണ്ട് വേറെ പ്രിസർവേറ്റീവ്സും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് വളരെ നാൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പുളിയും എരിവും മധുരവും ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി വിനാഗിരി കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്പൂൺ കൊണ്ട് ഒന്ന് സെപ്പറേറ്റ് ആക്കി നോക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ അത് റെഡി ആയിട്ടില്ല. ഇല്ലെങ്കിൽ ഇനി ഇതുപോലെ ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് നോക്കാം. റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളമയം കാണത്തില്ല. ഇപ്പോൾ ഇത് റെഡി ആയിട്ടില്ല. കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ദാ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിനർത്ഥം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്ലേറ്റിൽ നേരത്തെ പോലെ വെള്ളമയം കാണുന്നില്ല. അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 10-20 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാണ്ട് തന്നെ വെളിയിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ബോട്ടിലിലോട്ട് മാറ്റി സൂക്ഷിക്കാം. ഈ ഒരളവിൽ തയ്യാറാക്കുമ്പോൾ എനിക്കൊരു 450 ഗ്രാം 500 ഗ്രാമിനടുത്ത് സോസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.